ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു രീതിയിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ അതാ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 തട്ട് നമുക്ക് അത് മതി ആവശ്യത്തിന്. അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അതാക്കണം 3 തട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് കറി എന്ന് പറഞ്ഞത് തേങ്ങ ചട്നിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ പൊളിച്ചിട്ട് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു തേങ്ങ എന്നിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല കാറ്റാണ്. നമ്മളെ മുറ്റമൊക്കെ നല്ല രീതിയിൽ തന്നെ തൂർന്ന് തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത് തന്നെ റബ്ബർ ആയതുകൊണ്ട് അത് ഭയങ്കര തലവേദനയാണ് കേട്ടോ ഈ കാലമായി കഴിഞ്ഞാൽ. പിന്നെ ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ പൊളി കഴിഞ്ഞ് അപ്പം തന്നെ ചകിരി ഇങ്ങോട്ട് പോകട്ടോ. അടുക്കളയ്ക്ക് തീ പിടിപ്പിക്കാനൊക്കെ അതാണ് വെക്കുക. ഇനി നമ്മൾ ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഇതാക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പണ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മളിതിൽ പച്ചമുളകല്ല ഇട്ടിടുന്നത്, കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എരിയൊക്കെ അതിലുണ്ടാവും. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ അതാ ഒരു പാത്രൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ചട്നി റെഡി ആവും കേട്ടോ. പിന്നെ തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കണ്ട് ഇളക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചട്നി ഇവിടെ റെഡി. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്തോ നോക്കുകയാണ് കേട്ടോ. വെന്തോ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാനതാണ്ട് വാങ്ങി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഇത്തിരി വെള്ളം ഒന്നുകൊണ്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാനതാണ്ട് ഇളക്കി മാറ്റുകയാണ്. പിന്നെ ഞാൻ ഇത്തിരി ചായയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം എന്താക്കണം ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചായ ഇവിടെ റെഡി ആകുമല്ലോ. ചായ കുടിക്കാതെ എന്ത് ഇഡ്ഡലിയും ചട്നിയല്ലേ. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെക്കുകയാണ്. പിന്നെ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെ. അതിന് ശേഷം വേണം പിന്നെ അവ അടുപ്പത്ത് തന്നെ ചോറിനുള്ള വെള്ളം വെക്കാൻ. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, ചായ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയ പാത്രങ്ങളും ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനും കൂടിയുണ്ട്. മുറ്റൊന്നും അടിച്ചിട്ടില്ല, ആകെ ചമ്മലൊക്കെ ആയിട്ട് പരന്ന് കിടക്കുകയാണ്. പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവില്ല എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ തിണ്ടും വീതനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നിറയെ ചമ്മലാണ് കേട്ടോ. ഈ കാണുന്ന ചമ്മലൊന്നും അല്ല, ഇത് ഫ്രണ്ട് ഭാഗം കാറ്റടിച്ചിട്ട് മുറ്റം തോർന്ന് കിടക്കുകയെന്ന് പറയില്ലേ, അതുപോലെയാണ് കിടക്കുന്നത്. കാറ്റ് ഭയങ്കര കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതാണ് റബ്ബർ. ഞാൻ ഫ്രണ്ട് ഭാഗത്തെ മുറ്റം കൂടി നിങ്ങൾക്ക് ഒന്നത് കാട്ടിത്തരാം കേട്ടോ. അവിടെ നിപ്പം അടിക്കണില്ല, അടിച്ചിട്ട് ഒരു കാര്യമില്ലേനോ. അപ്പോൾ ഇത് കണ്ടോ കിടക്കണത്, കാറ്റൊക്കെ ഒന്നുകൊണ്ട് അമർന്നിട്ട് ഇനി ഇവിടെ വൈകുന്നേരം അടിക്കാട്ടോ. വല്ല മനുഷ്യന്മാരും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പെരക്കാർ ഇവിടെ താമസമില്ലെന്ന് പോലും വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതല്ലാത്ത പണി നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തിരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മൂസ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, ഒന്നും ഇല്ല, അവൾക്ക് ലീവാണ്. പിന്നെ അവളെ വക ഒരു ഹായ്. അപ്പോൾ നമ്മളെ അകം അടിച്ചുവാരലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകടിക്കലും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, തുടച്ചിട്ടില്ല. അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് കുറച്ച് തുണികളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നുള്ളി പെറുക്കാൻ. അപ്പോൾ അത് മെഷീനിലിടാൻ മാത്രം ഉണ്ടില്ല, കുറച്ച് തുണികൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കല്ലുമ്പല്ലാണ്ട് തിരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി സോപ്പും പൊടിയിലാണ് മുക്കി വെക്കുകയാണ് കേട്ടോ. നമ്മളെ തുടക്കലൊക്കെ കഴിയുമ്പോഴേക്കിന് ഇതൊന്നും പുതിർന്നും വരും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മുക്കിയിട്ടിട്ട് പോവുകയാണ്. എല്ലാം തുടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ടേബിളൊക്കെ ഒന്ന് നല്ലോണം തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ. അത് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാറുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാച്ചെങ്കിൽ ഇത്തിരി സോപ്പ് പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പുൽത്തൈലിട്ട് വെള്ളത്തിലോ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മളെ തുടയ്ക്കലൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടോ. അടുക്കളയും കൂടി തുടച്ചാൽ മതി ഇനി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് കുക്കിങ്ങിന് നിൽക്കാൻ.
അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ സോമ്പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണികളുണ്ടായിരുന്നു കേട്ടോ. അതൊന്നാണ്ട് തിരുമ്പാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് തുണികളുള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ പിന്നെ അത്തേക്ക് കയറാമല്ലോ, എന്നിട്ട് വേണം നമുക്ക് കുക്കിങ്ങിന് നിൽക്കാൻ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ലഞ്ചിന് പറ്റുന്ന കുറച്ച് കറികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പണിയെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യം ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയണേ, എന്നിട്ട് വേണം പിന്നെ നമുക്ക് അടുക്കളയ്ക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിഷ്ടം പോലെ സമയം വെച്ച് ചെയ്യാമല്ലോ. ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റും കൂടി ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ, അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ പച്ചക്കായൻ്റെ ആ കൂർത്ത ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ട് ചെത്തിക്കളഞ്ഞാണ്ട് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പച്ചക്കായയും ക്യാരറ്റും ഉപ്പേരിയും പിന്നെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു മോരുകറിയാണ് കേട്ടോ. വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ നിങ്ങൾക്ക് കാട്ടി തന്നതല്ലേ, ഇങ്ങനെ ഒരു മോരുകറി വെച്ചാലും സൂപ്പറാണ് കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതാ കോഴിമുട്ട ഉണ്ട്, അതുകൊണ്ട് ഒരു കോഴിമുട്ട ഓംലെറ്റും കൂടി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് അത് മതി കേട്ടോ. സിമ്പിളായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, വലിയ ആർഭാടൊന്നും ഇല്ലെന്ന്. അപ്പോൾ പച്ചക്കായൊക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇനി. അപ്പോൾ ഇതിലൊരു കറ ഉണ്ടാവും കേട്ടോ. ആ കറ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ളത് നമ്മൾ തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് മാറ്റി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. അതായത് വേസ്റ്റുകളൊക്കെ ഇപ്പം തന്നെ ഒഴിവാക്കുക, അല്ലാച്ചെങ്കിൽ അതവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ക്ലീൻ ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ തോലും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാനത് കളഞ്ഞിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇനി നമ്മളെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടിക്കുള്ളതാണ് കേട്ടോ. പച്ചക്കായ കൂടെ ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് അരിയട്ടെ. കുക്കിംഗ് ഒക്കെ പലപ്പോഴും നമുക്ക് സിമ്പിളായി തോന്നി എപ്പോഴാണെന്നറിയോ, നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാനിങ് വേണം കേട്ടോ. കറിയൊക്കെ എന്താ വെക്കുന്നത് അല്ലെങ്കിൽ ഉപ്പേരി എന്താ വെക്കുന്നത്, ഇതൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് എളുപ്പമാവും. മാത്രമല്ല ഇതൊക്കെ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിയാനിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെല്ലതുള്ള ഒരേ സമയം തന്നെ അതിന് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പണിക്ക് കുറവായി തോന്നും. അപ്പോൾ നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും 2 പണ വെളുത്തുള്ളിയും കൂടിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ എന്താണ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിനി ഒരു പാന് അടുപ്പത്ത് വെക്കുകയാണ്, നമ്മൾ ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, പിന്നെ ഇത്തിരി കടുകിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കടുകൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത്തിരി ചെറിയ ഉള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉണക്കമുളക് ചതച്ചത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അതിക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ പെരിക്കൊക്കെ ഒരു കളറ് കാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കായ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. കറയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല, അതൊക്കെ ആവി കിടന്നിട്ടുള്ള വേവ് മതി കേട്ടോ. ഇനി നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഇതാകണോ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ സമയം വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പോഴേക്കിനും ഇതാക്കണം ഞാൻ ഇത്തിരി തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈരാണ് കേട്ടോ. കട്ട തൈരും മഞ്ഞളും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സീൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കിനും നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തക്കാളി ഉള്ളൂ, ഇത്തിരിയല്ല. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി ഒന്ന് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ഉള്ളി തക്കാളി സംഭവങ്ങളുണ്ടല്ലോ അത് നോക്കുമ്പോൾ നമ്മളെ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ തൈരും പിന്നെ മഞ്ഞൾപ്പൊടിയും അരച്ചത് അടിച്ച് വെച്ചത് അരച്ചതല്ല കേട്ടോ, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയൊന്നും അരക്കണില്ല. പിന്നെ നമ്മൾ തിളയ്ക്കാനൊന്നും സമ്മതിക്കരുത് കേട്ടോ. തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പോലെയാവും. അപ്പോൾ ഇത് നമ്മളെ ഉപ്പേരി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് കോഴിമുട്ട ഓംലെറ്റാണ് കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കൊത്തിയിട്ടുണ്ടായിരുന്ന സവാള, ഇഞ്ചി, എന്താ കറിവേപ്പില, പച്ചമുളക്,
പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ദോശച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന ഓംലെറ്റ് കുറച്ച് സമയം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്ന് മറിച്ചിടുകയാണ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെ തന്നെയാണ് ഇട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഊണ് കെങ്കേമായി. അപ്പം ഇനി ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.